ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് ഭയങ്കര അപാര അപാര പാട്ടായിരിക്കും പുറത്തു വരിക, അപാര മ്യൂസിക് ആയിരിക്കും. കാരണം ആ ലിറിക്സും അദ്ദേഹത്തിന്റെ വരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിങ്ങനെ ഹാർട്ട് ഫെൽറ്റ് എന്നൊക്കെ പറയുന്ന വരികളാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എപ്പോഴാ തുടങ്ങുന്നത്? ഒരു 18 വർഷം താളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യുന്ന സമയത്ത് ആണ് പുള്ളിയെ ഞാൻ ആദ്യം റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഞാനും ചരണം യാക്സനും ചേർന്ന് ചെയ്തൊരു ആൽബമാണ്. അപ്പോൾ ആ സമയത്ത് അവിയലിൻ്റെ നടന്നടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ ഹിറ്റായി അവരുടെ ഒരു ആൽബം ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സമയം അതിൻ്റെ അകത്ത് പല പാട്ടുകളും അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഞാൻ റെക്സാറിൻ്റെ അടുത്ത് റെക്സ് വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കോണ്ടാക്ട് കിട്ടിയത്. ചെന്നു. പിന്നെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് പുള്ളിയായിട്ട് എന്തോ നമുക്കൊരു എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജെല്ലാവുകയും പിന്നെ ഒരു ചേട്ടനെ പോലെയുള്ളൊരു സ്നേഹം പുള്ളി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. എന്നും അത് തുടരുകയാണ്. അടുത്ത ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ജോബ് കുര്യൻ സ്റ്റെം 10 പാട്ടിൽ ഒരു 5 പാട്ടെങ്കിലും മൂപ്പരായി തന്നെ എഴുതും. അപ്പോൾ നമുക്കിത് കൺവേ ചെയ്യാൻ എളുപ്പമാണോ? ചിലപ്പം ലൈക്ക് മൈൻഡ്നെസ് ആയിരിക്കാം, നമ്മളൊരു ചിന്താഗതികളുടെ സാമ്യതകൾ ഉണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് അത്ര സമയം ഒരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. സിമിലറായിട്ട് ചിന്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പുള്ളി ഞാനും കുറേ കാര്യങ്ങൾ ഉറപ്പായിട്ടും വളരെ സിമിലർ തോട്ട് പ്രോസസ്സാണ് മേ ബി. സോ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നതിന് ഇന്റർനാഷണലി ഇപ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നും ഇന്റർനാഷണലി ഉണ്ട്. അതെ, നമ്മുടെ ഇവിടെ ആ സ്പേസ് ക്രിയേറ്റഡ് ആയി ഇന്റർനാഷണലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിലെ മ്യൂസീഷ്യൻസിൽ ഒരാൾ ജോബ് കുര്യനാണ് ആ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഈ 10 years കഴിഞ്ഞിട്ടും ഇപ്പോഴും ചേട്ടൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര ഒരു ചലഞ്ചാണ്. കാരണം നമ്മളൊരു മ്യൂസിക് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളൊരു മ്യൂസീഷ്യന് വേണ്ടി പാടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ കിട്ടി നമ്മൾ തിരിച്ചു വരുന്ന സേഫ് സോണാണ്. പക്ഷെ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതെ, അപ്പൊ അതിനകത്ത് അപ്പൊ അതിനകത്ത് നിന്ന് പോവുക ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെ ഈ ചലഞ്ചൊക്കെ എങ്ങനെ ഡീൽ ചെയ്തത്? ബിക്കോസ് നമുക്ക് റിട്ടേൺ കിട്ടാൻ കുറെ ടൈം എടുക്കുമല്ലോ. അതെ, റിട്ടേൺ ഒക്കെ വരുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിട്ടേൺസ് ഇപ്പോൾ വരുന്നുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ആ സമയത്തൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡ്രൈവ് അങ്ങനെയാണ്. അത് പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെ ആവണോ, അതുപോലത്തെ പാട്ടുകൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ത്വരയിലാണ് അത് മുഴുവൻ ചെയ്തു പോയത്. പക്ഷേ ഡൗൺ ദ ലൈൻ അതിപ്പോൾ എനിക്കൊരു എന്താ പറയണ്ടത്, അതിൽ നിന്ന് തിരക്കേടില്ലാത്ത ഒരു വരുമാനവും പ്ലസ് എൻ്റെ കോൺസേർട്സിന് പ്രേക്ഷകർ വന്ന് ആ പാട്ടുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ പിന്നെ ഫസ്റ്റ് വി ഷുഡ് താങ്ക് സോഷ്യൽ മീഡിയ ഫോർ ഓൾ ദിസ് തിങ്. മനസ്സിലായി, ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ബൂം വന്ന് ഇൻ്റർനെറ്റ് ബൂം വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഒത്തിരി പ്രേക്ഷകരിലേക്ക് എത്തിയതല്ല. യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമാണ് ചിലപ്പം ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്ക് നമ്മുടെ ആർട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു മീഡിയം വന്നത് അല്ലേ. പണ്ട് ചാനൽസ് ചിലപ്പോൾ പണ്ടൊക്കെ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പിന്നെ സിനിമകളും മാത്രമാണ് മീഡിയം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമുക്ക് ഒത്തിരി മീഡിയമുണ്ട്, ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പോൾ കാലം അതിന് വലിയൊരു ഫാക്ടർ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് അതിലല്ലേ. അതെ, അതിലാണ് നമ്മൾ അത് ഫോക്കസ് ചെയ്താണ് ഇപ്പം അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. മനുഷ്യർ അതിലാണ് കൂടുതലുള്ളത് ഇപ്പോൾ ആക്റ്റീവായിട്ട്. കാലത്തിൻ്റെ മാറ്റമാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാധാരണ അപ്പം ഒരു റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഫ്ലറിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടന് അത്രയ്ക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് പോകാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ് എപ്പോഴും ചെറിഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്. അതെന്താ? പ്ലേ ബാക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പ്ലേ ബാക്ക് സിംഗിങ്ങിന് വിളിക്കുമ്പോൾ ചേട്ടൻ മുങ്ങി 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 പോകുന്ന കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ ഒരു ശരിക്കും അതൊരു പ്രോബ്ലമാണ്. അങ്ങനെ ആവാൻ പാടില്ല. അല്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മള് ഞാൻ കേട്ടത് ഞാൻ പാടില്ല. അല്ല, അങ്ങനെ നമ്മള് അങ്ങനെ ആവാൻ പാടില്ല. ചെന്ന് സഹകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഒരല്പം കോൺഷ്യസും എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഒരു ആളാണ്. ഒരല്പം
ആ കാര്യത്തിലൊക്കെ കുറച്ച് അന്തർമുഖനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കിയിരിക്കും ഒരു ജോബ് കുര്യന്റെ പാട്ടിറങ്ങാനായിട്ട്. അല്ല, പിന്നെ വേറൊരു കേസ്, ഈ വിളിക്കുന്ന പാട്ടുകളില്ല, ആ പാട്ടുകൾ നമ്മളോട്ട് റിലേറ്റ് ചെയ്യാം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് പാടാൻ പറ്റണം. ഇതാണോ നമ്മൾക്കൊരു പാട്ട് നമ്മളെ ഒരു കമ്പോസർ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു പാട്ട് പാടാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ചേട്ടൻ നോക്കുന്ന ക്രൈറ്റീരിയ ഇതൊക്കെയാണോ? ക്രൈറ്റീരിയ ഉറപ്പായിട്ടും പാട്ട് കേൾക്കുക, പാട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഒന്ന്. രണ്ട്, അത് പാടാൻ പറ്റണം എഫക്റ്റീവായിട്ട്. അതൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ അവരുടെ സമയം മെനക്കെടുത്തരുതല്ലോ. നമ്മൾ ചെന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അവരുടെയും ടൈം പോവും, നമ്മളുടെയും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരും, ഓവർ തിങ്ക് ചെയ്ത് വരുമ്പോഴേക്കും സംഭവം കഴിയും. പിന്നെ ചിലർ ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പം ഞാൻ അധികം പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിലും പാടിയ കുറേ പാട്ടുകൾ നല്ലോണം വന്നിട്ടുണ്ട്. അത് ആ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി, അവരുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ വിഷൻ അല്ലെങ്കിൽ സിനിമ ഡയറക്ടറിൻ്റെ വിഷനൊക്കെയാണ് നമ്മുടെ ശബ്ദത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആക്ച്വലി നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അപ്പോൾ അവരോടാണ് എൻ്റെ താങ്ക്സ്. കാരണം അവർ ആ ക്ഷമയോടുകൂടി എന്നെ റെക്കോർഡ് ചെയ്ത് ഉപയോഗിച്ചല്ലോ. അതെ, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ജോബ് ചേട്ടൻ്റെ പാട്ട് വേണം സിനിമയിൽ. അപ്പോൾ ജോബ് ചേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ജോബ് ചേട്ടൻ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് ജോബ് ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തോണ്ട് പോയി എന്ന് പറഞ്ഞു. തീവണ്ടി സിനിമയിലെ പാട്ട് കൈലാസേട്ടൻ റെക്കോർഡ് ചെയ്യാൻ വന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നാലും ഞാൻ എന്തിനാ അത്രയും നീക്കി പുള്ളിയെ ബുദ്ധിമുട്ടിച്ചത് നേരത്തെ. അപ്പൊ നല്ലൊരു പാട്ടും ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ കൈലാസ് വാസ് ഡിറ്റർമിൻഡ്, വോയിസ് കൊണ്ട് എടുത്തിട്ട് വിടുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഡിറ്റർമിനേഷനും പുള്ളിക്ക് എന്നോട് ഒരു താല്പര്യവും ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇറ്റ്സ് ഓൾ ബ്ലെസ്സിങ്. പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വന്ന് പിടിച്ച പിടിയാലെ പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പിടിച്ച പിടിയാലെ പിടിക്കുക. ദീപക് ദേവ് സാറൊക്കെ സൂപ്പർ സ്റ്റാർ ടൈമിൽ നമ്മുടെ ജഡ്ജായിരുന്നു, മെന്ററാണല്ലോ. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാലൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാർ ആ ജോബ് എവിടെ ഉണ്ട്? ഇവിടെ ഒരു പാട്ടുണ്ടോ, താന്നു വാ. അപ്പം നമ്മൾ ചെന്നിട്ട് പറയും, സാർ ഞാൻ നാളെ വരെ ഇന്ന് അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. പുള്ളി പക്ഷെ കൂളാക്കി എടുക്കും ആദ്യം. എന്നിട്ട് അന്നത് പാടിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്തിട്ടേ പുള്ളി വിടത്തുള്ളൂ. പുള്ളിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം മേ ബി. അപ്പോൾ സാറായതുകൊണ്ട് എനിക്ക് ഞാൻ ടെൻഷനൊക്കെ പോയി ഞാൻ എന്നെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇപ്പൊ ബിജിയേട്ടനായാലും റെക്സേട്ടനായാലും മാണിക്കച്ചിറയുള്ള, അതുപോലെ സപ്തമശ്രീയിലെ താനെ പൂക്കും റെക്സ് വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ പലരും, ഷാൻ, ഇവരൊക്കെ എന്നോടൊരു എന്താ പറയുക, എന്നോട് ക്ഷമിച്ച് വോയിസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. വിനീതിൻ്റെ, ഹിഷാമിൻ്റെ കൂടെ പാടുമ്പോഴൊക്കെ ദേ ഓൾ നോ മൈ ക്യാരക്ടർ. അപ്പോൾ ഒരു സൗഹൃദമുണ്ട്, സ്നേഹത്തോടെ അത് വോയിസ് ക്യാപ്ചർ ചെയ്യാന്നുള്ള അവരുടെ ഒരു പേഷ്യൻസിന്റെ ഗുണമാണെന്ന് തോന്നുന്നു. ചേട്ടൻ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ പാടിയിട്ടുള്ള ഓൾമോസ്റ്റ് പാട്ടുകൾ കുറച്ച് ലൗഡായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു വ്യത്യസ്തത തോന്നി. എനിക്ക് ടെക്നിക്കലി അത് എന്താന്ന് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എനിക്ക് വ്യത്യസ്തത തോന്നുന്ന ചില്ല് റാന്തൽ പാട്ട് കലിയിലെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഗോപിചന്ദ് ഒരു അടിപൊളി കോമ്പോസിഷൻ ആണ്. നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറും എൻ്റെ ഒരു ഏരിയയിലാണ് ആ പാട്ട്. പിന്നെ നല്ല സമയം ആ പാട്ട് വന്നപ്പോ മുങ്ങാൻ നോക്കിയായിരുന്നു. ഇല്ല, അങ്ങനെയല്ല, മുങ്ങാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എപ്പോഴും മുങ്ങൊന്നുമില്ല. എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. എല്ലാവരും നല്ല മ്യൂസിക്. അല്ല, അത് സ്റ്റുഡിയോ ചെന്നു പുള്ളി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് സമാധാനത്തിൽ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ്. നല്ല പാട്ടുമാണ്. എനിക്കത് പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ നോക്കുന്നത്. എനിക്ക് പാട്ടിൽ എനിക്കിഷ്ടമുള്ള എലിമെന്റ്സ് ഉണ്ടാവണം എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പാട്ടല്ലേ, അസാധ്യ കോമ്പോസിഷനും. അത് ആ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു പിന്നെ സിനിമയുടെ ഒരു ക്രൈറ്റീരിയ പല ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു സിനിമ അല്ലേ. അപ്പൊ അതില് നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ സമയം എടുക്കുക. അതിങ്ങനെ ആലോചിച്ച് കൂട്ടും. ചിലപ്പോൾ നമ്മൾ സമയം പോവാം, അവരെ റെക്കോർഡിങ്ങിന് കുറേ വേസ്റ്റ്, വെറുതെ ബുദ്ധിമുട്ടിക്കണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടും. കുറച്ച് അതിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്റെ സമയമല്ലേ പോകുന്നു, നമ്മളിങ്ങനെ പാടി കഴിയുമ്പോൾ ശരിയാണോ, ഞാൻ തന്നെ എത്രയോ കറക്ഷൻസ് ചെയ്ത് എന്റെ തന്നെ ഇഷ്ടം വരെ ചെയ്യുമല്ലോ. നമുക്ക് പിന്നെ ആരുടെ അടുത്തും
അതൊരു ഞാൻ തന്നെ അനുഭവിച്ചാൽ മതി ആ ഡിലേ. ആ മൂഡ് കൃത്യമായിട്ട് മൊത്തത്തിലൊരു മൂഡ് സ്വിങ് മൂഡിൻ്റെ ആളാണ്. എനിക്കത് കറക്റ്റ് ആയാലേ ഇത് പറ്റുള്ളൂ ആർട്ട്.